ശവക്കൂനയ്ക്ക് മുകളിൽ അവസാനത്തെ ജീവനാമ്പുകൾ തേടി അവർ തീമഴ പെയ്യ്ക്കുകയാണ്. ഗസയെ കത്തിക്കും, നരകമാക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയത്. ഗസയിൽ ഒരു പകൽ മാത്രം കൊല്ലപ്പെട്ടത് 90ഓളം പേരാണ്. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ജീവിതം കെട്ടിപ്പടുക്കുന്നവരെ പോലും അവർ വെറുതെ വിടുന്നില്ല. ക്യാമ്പുകൾക്കും ടെന്റുകൾക്കും മീതെയും ഒരു രാജ്യത്തെ ഇല്ലാതാക്കാനുള്ള ശക്തമായ വ്യോമാക്രമണങ്ങൾ, കൈകാലുകൾ നഷ്ടപ്പെട്ട നിലവിളികളെ നിഷ്പ്രഭമാക്കുന്ന ബോംബർ വിമാനങ്ങളുടെയും ടാങ്കറുകളുടെയും ഇരമ്പലുകൾ. ദിവസങ്ങൾക്ക് മുൻപാണ് വടക്കൻ ഗസ ഒഴിയണമെന്നാവശ്യപ്പെട്ട് എഴുത്തിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ജനങ്ങൾക്ക് ഇസ്രായേലിന്റെ സന്ദേശമെത്തിയത്. എന്നാൽ ഇനിയും പലായനം ചെയ്യാൻ ഇടങ്ങളില്ലാത്ത തങ്ങൾ എങ്ങോട്ടേക്ക് പോകുമെന്നാണ് അവർ ചോദിക്കുന്നത്. കൊല്ലപ്പെടുന്നവരിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിരവധി പേർ ഗുരുതരമായി പരിക്കേറ്റും ചികിത്സ ലഭിക്കാതെയും നരകയാതന അനുഭവിക്കുന്നവരുമുണ്ട്. രോഗങ്ങളാലോ പട്ടിണി മൂലമോ സ്ഫോടനത്തിലോ തങ്ങൾ കൊല്ലപ്പെടും. പലസ്തീനി അമ്മയുടെ വാക്കുകളാണിത്. 2 വർഷത്തെ യുദ്ധത്തിനിടെ തങ്ങൾ നേരിട്ട ഏറ്റവും തീവ്രമായ ബോംബാക്രമണമാണ് ഇപ്പോൾ ഗസ നേരിടുന്നതെന്നും അവർ പറയുന്നു. ആയിരക്കണക്കിന് പലസ്തീനികളാണ് കാൽനടയായും വാഹനങ്ങളിലും പലായനം ചെയ്യുന്നത്. ലോകത്തിനു മുൻപിൽ അനാഥത്വത്തിന്റെ ഭാരം പേറി അനിശ്ചിതത്വത്തിലേക്കാണ് ആ പലായനം.